ഫൗണ്ടേഷൻസ് ഓഫ് എഡ്യൂക്കേഷണൽ സൈക്കോളജി യൂണിറ്റ് 6-ൻ്റെ 6-ാമത്തെ പാർട്ടാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നേരത്തെ നമ്മൾ പഠിച്ചിരുന്ന ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ട കണ്ടിന്യൂഷൻ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ലോ ഓഫ് ലേണിംഗ് ആണ്. ജസ്റ്റാൾട്ട് ലോ ഓഫ് ലേണിംഗ് അറിയാം. ജസ്റ്റാൾട്ട് തിയറി എന്ന ആ ഒരു തിയറിയെ സംബന്ധിച്ചിടത്തോളം, according to Gestalt theory, learning takes place when the learner organizes the separate parts of his perceptual field into a unified and meaningful whole. ഒരു ലേണറെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ പാർട്ടുകൾ, പല പാർട്ടുകൾ, അതിനെ ഒരു മീനിങ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഒരാൾ ഒരു കാര്യം പഠിക്കുന്നത് എന്നാണ് ഈ ഒരു തിയറിയുടെ അടിസ്ഥാനം. വളരെയധികം വളരെ കട്ടിയുള്ള ഒരു തിയറമാണ് ലോ ഓഫ് ലേണിംഗ് തിയറി. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പിക്ചറോടുകൂടെ നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. The organization of the stimuli in the perceptual field takes place in accordance with the 4 laws. ഈ ഒരു ലേണിംഗ് തിയറി പ്രകാരം ഒരു മനുഷ്യൻ്റെ ലേണിംഗ് നടക്കുന്നത് 4 പ്രധാനപ്പെട്ട നിയമങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണെന്നാണ് പറയപ്പെടുന്നത്. ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് കണ്ടിന്യൂറ്റി. അത് നമുക്കൊരു ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് നോക്കാം. ഇത് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ലോ ഓഫ് സിമിലാരിറ്റി. ഇതിൽ ഒന്നാമത്തെ പിക്ചർ നിങ്ങൾ കണ്ടു. ഒരുപാട് XX ചിഹ്നങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇതിനെ വെർട്ടിക്കലായിട്ട് O എന്ന ഒരു ചിഹ്നം ഇട്ടിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ലോ ഓഫ് സിമിലാരിറ്റി പറയുന്നത്, ഇൻ ദ ടിപ്പോഗ്രാം it is just natural for us to see the O's as lying within a field of X. നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ ഒരു ചിത്രം കാണുമ്പോൾ O എന്നത് ഒരു ലൈനായിട്ട് കാണുകയാണ്. അങ്ങനെ 6 നോക്കിയാലും ആ ഒരു ചിത്രത്തിൽ O എന്ന കുറേ അക്ഷരങ്ങൾ ഇങ്ങനെ ഒരു ലൈനായിട്ട് നമുക്ക് പെട്ടെന്ന് കാണപ്പെടും ഈ എക്സുകളുടെ ഇടയിൽ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ O എല്ലാം തന്നെ അങ്ങനെ ഒരു ലൈനായി, ഒരു സിമിലാരിറ്റി, ഒരു സാമ്യത അതിലുണ്ട്. അപ്പോൾ ലേണർ പഠിക്കുന്നത് സിമിലറായ കാര്യങ്ങൾ ഒരുപോലെ വന്നാൽ അത് നോക്കി പഠിക്കും എന്നുള്ളതാണ് ലോ ഓഫ് സിമിലാരിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത് എന്നാണ് അദ്ദേഹം അതിൽ പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഒബ്ജക്റ്റുകൾ നമ്മൾ മുമ്പിൽ കണ്ടാലും ഒരുപോലെ തോന്നുന്ന, സിമിലറായി തോന്നുന്ന അത്തരം ഒബ്ജക്റ്റുകൾ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ കയറുകയും അത് കൂടുതൽ പഠിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ലോ ഓഫ് സിമിലാരിറ്റിയുടെ അടിസ്ഥാന തത്വം. രണ്ടാമത്തത് പ്രോക്സിമിറ്റി. രണ്ടാമത്തെ കുറേ സ്റ്റാറുകൾ ഇങ്ങനെ ഇട്ടത് കാണാം. വി ആർ much more likely to see 3 lines of close together stars than 12 vertical collection of 3 stars each. നമുക്കിപ്പോൾ ഈ ഒരു സ്റ്റാറിൽ നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റാറുകൾ വെച്ചുകൊണ്ട് ഏകദേശം 12 കലക്ഷൻസ് അവിടെ ഉണ്ട്. 12 × 3 അതാണ് അതിൻ്റെ മൊത്തം എണ്ണം. പക്ഷെ നമ്മൾ ഈ ഒരു ആ സ്റ്റാറിൻ്റെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാണുന്നത് എന്താണ്? സ്റ്റാറുകളുടെ വളരെ കൃത്യമായ 3 ലൈനുകൾ. അതാണ് നമുക്ക് ആദ്യം കാണുക. 3 ലൈനുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണുക. അതാണ് ലോ ഓഫ് പ്രോക്സിമിറ്റിയുടെ പ്രത്യേകത. ലേണിംഗ് നടക്കുന്നത്, ഇത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലേക്ക് പോകുന്നത് കുറേ സ്റ്റാറുകൾ ഇട്ടിട്ടുള്ള 3 ലൈനുകൾ. അങ്ങനെ പഠനം നടക്കുന്നു എന്ന് ലോ ഓഫ് പ്രോക്സിമിറ്റി പറയുന്നു. മൂന്നാമത്തതാണ് ലോ ഓഫ് ക്ലോഷർ. ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് ആവുക. ഇപ്പോൾ ഇവിടെ ഒരു നക്ഷത്രം വരച്ചിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഒരു സ്റ്റാർ വരച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്റ്റാർ വരക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്.
ഒരു ലൈനിൻ്റെ ഇടയിൽ ഓരോ ലൈനിൻ്റെ ഇടയിലും ഇങ്ങനെ വര കൊണ്ട് ഇടയിൽ ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ആ ഗ്യാപ്പ് ഇഗ്നോർ ചെയ്യാണ്, മറക്കുകയാണ്. നമ്മളത് നോക്കുമ്പോൾ ആ പിക്ചറിലേക്ക്, ഇമേജിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഒരു ഒറ്റ സ്റ്റാറിനെയാണ്. വി ടെൻ ടു ഇഗ്നോർ ദ ബ്രേക്സ് ഇൻ ദ ഫിഗർ. ആ ഫിഗറിലുള്ള ബ്രേക്കുകളെ നമ്മൾ മറക്കാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് അതിൻ്റെ ഇടയിൽ ഡോട്ടുകളില്ല, അല്ലെങ്കിൽ അത് കണക്ഷൻ ഇല്ല, ഒറ്റ ലൈനല്ല എന്നൊന്നും മനസ്സിലാക്കുന്നില്ല. നമ്മൾ കാണുന്നത് അതൊരു സ്റ്റാർ ആയിട്ടാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ലോ ഓഫ് കണ്ടിന്യൂറ്റി. കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് അവിടെ ദീസ് ടു മീറ്റിംഗ് ആംഗിൾസ് ആർ വ്യൂഡ് നോട്ട് ആസ് എ കോമ്പിനേഷൻ ഓഫ് ആംഗിൾസ് ബട്ട് ആസ് ടു ക്രോസിംഗ് ലൈൻസ്. ഇപ്പം നമ്മളവിടെ രണ്ട് ലൈന് ക്രോസിലിട്ടു എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാകുന്നത്. പക്ഷേ അത് വ്യത്യസ്ത ആംഗിളുകളാണ്. ഓരോ ആംഗിളിലും അതിന് ഓരോ പ്രത്യേകതയുണ്ട് എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് അവിടെ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലുന്നത് ആ ഒരു രണ്ട് ക്രോസിംഗ് ലൈനുകളെയാണ്. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചാൽ തന്നെ നമുക്കൊരു ഈ ഒരു ലേണിങ്ങിനെ കുറിച്ച് നമുക്ക് കൃത്യമായി ലോ ഓഫ് ലേണിങ്ങിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ ആൻഡ് ലോ ഓഫ് കണ്ടിന്യൂറ്റി. ആ ഒരു ഉദാഹരണത്തിലൂടെ അത് പഠിക്കാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ലോ എന്ന് പറയുന്നത് ലെവിൻസ് ഫീൽഡ് തിയറി എന്നുള്ളതാണ്. കേർട്ട് ലെവിൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഈ ഒരു തിയറി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ തിയറിയെ പ്രകാരം ഒരാളുടെ ലൈഫ് സ്പേസ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ തിയറിയിലും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഓരോ പ്രധാനപ്പെട്ട നോട്ട് ചെയ്യാനുള്ള പോയിൻ്റ് ഉണ്ട്. ലെവിൻസ് ഫീൽഡ് തിയറി എന്ന് കേൾക്കുമ്പോൾ നാം എല്ലാവരും ഓർക്കേണ്ടത് വൺസ് ലൈഫ് സ്പേസ്, പഠനം പഠിക്കുന്നത് അല്ലെങ്കിൽ ലേണിംഗ് നടക്കുന്നത് ഒരാളുടെ ജീവിത ഇടം. അതിന് ലൈഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ജീവിത ഇടം എന്ന് പറഞ്ഞാൽ ഒരാൾ ജീവിക്കുന്ന അയാളുടെ സാമൂഹികവും അതേപോലെ സൈക്കോളജിക്കലുമായിട്ടുള്ള ഒരാളുടെ എൻവയോൺമെൻറ്റ്, ഒരാളുടെ ചുറ്റുപാട്, ആ ചുറ്റുപാടിനെയാണ് എന്ന് പറയുന്നത് ലൈഫ് സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെയും ജീവിത ഇടത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് അവരവരുടെ ലേണിംഗ് നടക്കുന്നത് എന്നാണ് കേർട്ട് ലെവിൻ എന്ന ശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിൻ്റെ ലെവിൻസ് ഫീൽഡ് തിയറി എന്ന തിയറിയിൽ പറയപ്പെടുന്നത്. സോ ലൈഫ് ഫീൽഡ് ഓർ ലൈഫ് സ്പേസ് ഈസ് എ സൈക്കോളജിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ഇൻഡിവിജ്വൽസ് എൻവയോൺമെൻറ്റ്. ഓരോ ആളുടെയും ചുറ്റുപാടുകളെയാണ് ലൈഫ് സ്പേസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എവറിത്തിങ് ദാറ്റ് എഫക്ട്സ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ അറ്റ് എ പർട്ടിക്കുലർ ടൈം. ഒരു മനുഷ്യൻ്റെ ഒരു പ്രത്യേക സമയത്തെ ഒരു മനുഷ്യൻ്റെ പെരുമാറ്റം, ആ പെരുമാറ്റത്തിനെ എന്തെല്ലാം സ്വാധീനിക്കുന്നോ, എന്തെല്ലാം എഫക്റ്റ് ചെയ്യുന്നുണ്ടോ, എന്തെല്ലാം കാര്യങ്ങൾ അയാളുടെ ആ സമയത്തുള്ള പെരുമാറ്റത്തെ ബാധിക്കുന്നുണ്ടോ, അതിനെല്ലാം തന്നെ ലൈഫ് സ്പേസ് എന്ന് പറയാം. അപ്പോൾ ആ ലൈഫ് സ്പേസിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങൾ നടക്കുന്നത് എന്നാണ് ലെവിൻ പറയുന്നത്. അപ്പോൾ ലൈഫ് സ്പേസിൽ എന്തെല്ലാം വന്നു? ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പേഴ്സൺ, ആ മനുഷ്യൻ, അയാളുടെ ആഗ്രഹങ്ങൾ, ബിലീഫ്സ്, വിശ്വാസങ്ങൾ, ടെൻഷൻ, ചിന്തകൾ, ഫീലിങ്സ് ആൻഡ് ഹിസ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ് വിച്ച് കൺസിസ്റ്റ് ഓഫ് പെർസീവ്ഡ് ഒബ്ജക്ട്സ് ആൻഡ് ഇവൻറ്റ്സ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ലൈഫ് സ്പേസ് എന്ന് പറയുന്നത് അയാളുടെ ആശകളും ചിന്തകളും ആഗ്രഹങ്ങളും വിശ്വാസങ്ങളും ടെൻഷനുകളും ഫീലിങ്ങുകളും ചിന്തകളും എല്ലാം ആ മനുഷ്യൻ്റെ ലൈഫ് സ്പേസിൽ വന്നു. ആ മനുഷ്യൻ്റെ ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ആഗ്രഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, വിശ്വാസങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പഠനം നടക്കുന്നത് എന്നാണ് ലെവിൻ്റെ അഭിപ്രായം. സൈക്കോളജിക്കലി എ പേഴ്സൺ ഈസ് കോമ്പോസ്ഡ് ഓഫ് ടു കമ്പോണൻസ്. രണ്ട് കമ്പോണൻറ്റുകളാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അയാളുടെ രണ്ട് കമ്പോണൻറ്റുകളാണ് മനഃശാസ്ത്രപരമായിട്ട് ഒരു മനുഷ്യനുള്ളത് എന്നാണ് ലെവിൻ പറയുന്നത്. മോട്ടോർ പെർസെപ്ച്വൽ സ്ട്രാറ്റം ആൻഡ് ഇന്നർ പേഴ്സണൽ സ്ട്രാറ്റം. മോട്ടോർ പെർസെപ്ച്വൽ സ്ട്രാറ്റം എന്ന് പറഞ്ഞാൽ അയാളുടെ കഴിവുകളാണ്, ഹിസ് എബിലിറ്റീസ്.
അയാളുടെ കഴിവുകളെയാണ് ഒന്നാമത്തത്, കഴിവുകളും രണ്ടാമത്തത് അയാളുടെ ആവശ്യങ്ങളും. ഇത് രണ്ടും കൂടിച്ചേരുമ്പോഴാണ് ഒരു മനുഷ്യൻ്റെ ലൈഫ് സ്പേസ് ഉണ്ടാവുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കഴിവുകൾ, എൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ ഇത് കൂടാതെ ഗോൾസ്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ, ലക്ഷ്യങ്ങൾ. ദ ബാരിയേഴ്സ് ദാറ്റ് റെസ്ട്രിക്ട് ദ പേഴ്സൺസ് മൂവ്മെൻറ്റ് ടുവേർഡ്സ് ദ ഗോൾ. അതുകൂടാതെ തന്നെ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് അതിനിടയിലുണ്ടാവുന്ന തടസ്സങ്ങൾ, അതേപോലെ തന്നെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു പാത്ത്, ഒരു വഴി, ഒരു വേ, ഇതെല്ലാം തന്നെ ലൈഫ് സ്പേസ് എന്ന ഒരു സംഭവത്തിൽ വന്നു. അപ്പോൾ ലൈഫ് സ്പേസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ലേണിംഗ് നടക്കുന്നത് എന്നാണ് ലെവിൻ്റെ അഭിപ്രായം. പ്രത്യേകം പഠിക്കേണ്ടത് ലൈഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അയാളുടെ ചിന്തകൾ, അയാളുടെ ആഗ്രഹങ്ങൾ, ആംബിഷ്യൻസ്, അതേപോലെ തന്നെ അയാളുടെ കഴിവുകൾ, അയാളുടെ നീഡ്, ആവശ്യങ്ങൾ, അതേപോലെ തന്നെ അയാളുടെ ഗോള്, അയാളുടെ ലക്ഷ്യങ്ങൾ, അതിന് തടസ്സമാവുന്ന കാര്യങ്ങൾ, അതിലേക്ക് പോകുന്ന വഴികൾ, ഇതെല്ലാം തന്നെ ഒരു ലൈഫ് സ്പേസ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് അക്കോർഡിംഗ് ടു ലെവിൻ്റെ അഭിപ്രായത്തിൽ ലേണിംഗ് ഈസ് എ ചേഞ്ച് ഇൻ കോഗ്നിറ്റീവ് സ്ട്രക്ചർ, ദാറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ ലൈഫ് സ്പേസ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പോൾ അദ്ദേഹം ചുരുക്കി പറഞ്ഞാൽ ലെവിൻ്റെ അഭിപ്രായത്തിൽ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ലൈഫ് സ്പേസിൽ ഉണ്ടാവുന്ന, സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന വ്യത്യാസമാണ്. അപ്പോൾ ലൈഫ് സ്പേസിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ ചിന്തകളിൽ മാറുമ്പോൾ ലേണിംഗ് നടക്കുന്നു, അയാളുടെ ഗോള് മാറുമ്പോൾ ലേണിംഗ് നടക്കുന്നു, അയാളുടെ ബിലീഫ്, വിശ്വാസങ്ങൾ മാറുമ്പോൾ ലേണിംഗ് നടക്കുന്നു, അയാളുടെ ഗോള് അല്ലെങ്കിൽ അയാളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കഴിവുകളും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാം പുതിയ പുതിയ ലേണിംഗ് നടക്കുന്നു എന്നാണ് ലെവിൻ്റെ തിയറിയുടെ ഏറ്റവും ചുരുക്കം. അപ്പോൾ ലൈഫ് സ്പേസ് എന്നത് നമ്മൾ കൃത്യമായി പഠിക്കണം. ആവർത്തിച്ച് ഞാൻ പറയുന്നു, ലൈഫ് സ്പേസ് എന്ന് പറഞ്ഞാൽ ജീവിത ഇടം, അഥവാ ഒരു മനുഷ്യൻ അയാളുടെ ചിന്തകൾ, ചുറ്റുപാടുകൾ, അയാളുടെ വിശ്വാസങ്ങൾ, ആഗ്രഹങ്ങൾ, ഗോൾ, ലക്ഷ്യങ്ങൾ, ഇതെല്ലാം കൂടി ചേരുന്നതാണ് ഒരാളുടെ ലൈഫ് സ്പേസ്. ഈ ലൈഫ് സ്പേസ് മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലേണിംഗ് പഠിക്കുന്നത് എന്നാണ് ലെവിൻ്റെ അഭിപ്രായം. എ ചേഞ്ച് ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ ലൈഫ് സ്പേസ് ഒക്കേഴ്സ് വെൻ ദ പേഴ്സൺ മൂവ്സ് ഫ്രം വൺ റീജിയൻ ഓഫ് ലൈഫ് സ്പേസ് ടു അനദർ. എപ്പോഴാണ് ഈ സ്ട്രക്ചറിൽ മാറ്റം ഉണ്ടാകുന്നത്, ഒരാളുടെ ജീവിത ഇടത്തിൽ മാറ്റം ഉണ്ടാകുന്നത്? അയാൾ ഒരു റീജിയനിൽ നിന്ന്, ഒരു ഏരിയയിൽ നിന്ന്, അയാളുടെ ജീവിത ഇടത്തിൻ്റെ ഒരു ഏരിയയിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് മാറുമ്പോൾ, എന്ന് പറഞ്ഞാൽ താമസം മാറുന്നതല്ല ഉദ്ദേശിക്കുന്നത്, ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് മാറുമ്പോൾ, ഒരു പെർസെപ്ഷനിൽ നിന്ന് മറ്റൊരു പെർസെപ്ഷനിലേക്ക് മാറുമ്പോൾ, ഒരു ലക്ഷ്യത്തിൽ നിന്ന് മറ്റൊരു ലക്ഷ്യത്തിലേക്ക് മാറുമ്പോഴൊക്കെ എന്ത് ചെയ്യാണ്? അവിടെ എന്ത് സംഭവിക്കുന്നു? ലേണിംഗ് സംഭവിക്കുന്നു. സോ വെൻ ദ പേഴ്സൺ ഈസ് അട്രാക്റ്റഡ് ബൈ എ ഗോൾ, ഹി ഈസ് സെഡ് ടു ഹാവ് എ പോസിറ്റീവ് ബാലൻസ്. ഒരാൾ ഒരു ഗോളിലേക്ക് അട്രാക്റ്റ് ചെയ്തു, അയാൾക്കൊരു ലക്ഷ്യം വന്നു, എനിക്കൊന്ന് ഡോക്ടറേറ്റ് നേടണം, അതൊരു ലക്ഷ്യമാണ്. അപ്പോൾ അയാൾക്കൊരു പോസിറ്റീവ് ബാലൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. When the person is repelled by a goal, it is said to have a negative balance. അയാൾക്ക് ആ ലക്ഷ്യത്തിനോട് വലിയ താല്പര്യമില്ല എന്ന് വന്നാൽ അതൊരു നെഗറ്റീവ് ബാലൻസ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെ ലൈഫ് സ്പേസിലെ സ്ട്രക്ചറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, അയാളുടെ ചിന്തകളും കാര്യങ്ങളൊക്കെ മാറുമ്പോഴാണ് ലേണിംഗ് നടക്കുന്നത് എന്നതാണ് ലെവിൻ്റെ അഭിപ്രായം. Because the person is influenced by several valences at a time, these give rise to conflicts. ഒരേ സമയത്ത് ആളുകൾക്ക് പല ഗോളുകളും വരാം. എനിക്കിപ്പോൾ എൻ്റെ ഒരേ സമയത്ത് തന്നെ എനിക്ക് പല ലക്ഷ്യങ്ങളും വന്നാൽ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യൻ്റെ ഇന്നറായിട്ട് ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും. ഏതൊക്കെ കോൺഫ്ലിക്റ്റാണ്? 3 തരം കോൺഫ്ലിക്റ്റുകളാണ് അവിടെ പറയപ്പെടുന്നത്. അപ്രോച്ച് കോൺഫ്ലിക്റ്റ്. എപ്പോഴാണ്? ഇറ്റ് അറൈസസ് വെൻ ദ പേഴ്സൺ ഈസ് കോട്ട് ഇൻ ബിറ്റ്വീൻ 2 goals ബോത്ത് ഹാവിങ് പോസിറ്റീവ് ബാലൻസസ്. ഒരാൾക്ക് 2 ഗോള് മനസ്സിലേക്ക് വന്നു, രണ്ടും പോസിറ്റീവാണ്.
രണ്ടും പോസിറ്റീവ് ഗോളുകൾ ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ അവിടെ അപ്രോച്ച് കോൺഫ്ലിക്റ്റ് ആണ്. കാരണം ഇതിലേതാണ് ഞാൻ അച്ചീവ് ചെയ്യേണ്ടത് എന്ന ഒരു ചിന്ത. മറ്റൊന്ന് അപ്രോച്ച് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇറ്റ് അറൈസസ് വെൻ ദ പേഴ്സൺ ഈസ് കോട്ട് ഇൻ ബിറ്റ്വീൻ എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഗോൾ. ഒന്ന് പോസിറ്റീവ് മറ്റൊരു നെഗറ്റീവ് ഗോളും വന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അപ്രോച്ച് അവോയ്ഡൻസ്, ഇതിലേതാണ് ഞാൻ കൊണ്ടുപോകേണ്ടത്, ഏതാണ് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ കോൺഫ്ലിക്റ്റ്. മൂന്നാമത്തതാണ് അവോയ്ഡൻസ് കോൺഫ്ലിക്റ്റ്. ഇറ്റ് അറൈസസ് വെൻ ദ പേഴ്സൺ ഈസ് കോട്ട് ഇൻ ബിറ്റ്വീൻ ടു ഗോൾസ് ബോത്ത് ഹാവിങ് നെഗറ്റീവ് വാലൻസസ്. രണ്ട് ഗോള് രണ്ടും നെഗറ്റീവാണ്. ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകളും ഈ ഒരു ലൈഫ് സ്പേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മനുഷ്യന് വരാമെന്നുള്ളതാണ് ലെവിൻ്റെ അഭിപ്രായം. അപ്പോൾ ഇതാണ് ലെവിൻ്റെ ലേണിംഗ് തിയറിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് പഠിക്കാനുള്ള മറ്റൊരു ലേണിംഗ് തിയറിയാണ് സോഷ്യൽ കോഗ്നിറ്റീവ് ലേണിംഗ് ഓഫ് ആൽബർട്ട് ബന്ദുറ. ആൽബർട്ട് ബന്ദുറ എന്ന ഒരു കനേഡിയൻ സൈക്കോളജിസ്റ്റ്, കാനഡക്കാരനാണ്. അദ്ദേഹം പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായും ആൽബർട്ട് ബന്ദുറാൻ്റെ ഒരു സോഷ്യൽ ലേണിംഗ് തിയറിയിൽ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സാധനം നടക്കുന്നത് മോഡലിങ്ങിലൂടെയാണ്. മീൻസ് ഒബ്സർവ് ചെയ്തിട്ടാണ്. നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ലേൺ ചെയ്യുന്നത് വേറെ ആൾ കണ്ട് ഇമിറ്റേറ്റ് ചെയ്ത് ഒബ്സർവ് ചെയ്ത് മോഡലിംഗ് ചെയ്തിട്ടാണല്ലോ. നമുക്കറിയാലോ, നമ്മളെല്ലാം പലതും പഠിക്കുന്നത് അങ്ങനെയാണ്. പല ആളുകളെയും കണ്ട് മോഡൽ ചെയ്ത് ഒബ്സർവ് ചെയ്ത് ഇമിറ്റേറ്റ് ചെയ്തിട്ടാണ്. മോഡലിംഗ് ഈസ് എ പ്രോസസ് ഇൻ വിച്ച് ദ ചൈൽഡ് ലേൺസ് ബൈ കീൻലി ഒബ്സർവിംഗ് ദ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഇമോഷണൽ റിയാക്ഷൻസ് ഓഫ് അതേഴ്സ്, മോസ്റ്റ് കോമൺലി ഓഫ് ദ പീപ്പിൾ നിയറസ്റ്റ് ടു ദം. ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്നത്, ലേണിംഗ് നടത്തുന്നത് കീൻലി ഒബ്സർവിങ് ദ ബിഹേവിയർ ഓഫ് ദ നിയറസ്റ്റ് പീപ്പിൾ. ഏറ്റവും അടുത്തുള്ള, അവർക്ക് ഏറ്റവും അടുത്ത് പോകാൻ പറ്റുന്ന ആളുകളുടെ ബിഹേവിയർ കണ്ടിട്ടാണ് അവർ പഠിക്കുന്നതെന്നാണ്. പ്രത്യേകിച്ചിട്ട് പാരൻസിൻ്റെ, ഫാമിലി മെമ്പേഴ്സിൻ്റെ, ടീച്ചേഴ്സിൻ്റെ, സമൂഹത്തിലെ പ്രായമായ ആളുകളുടെ ഇതെല്ലാം മോഡൽ കണ്ടിട്ടാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് അച്ഛനും അമ്മയും റോൾ മോഡലാവണം, ടീച്ചർ റോൾ മോഡലാവണം, ഫാമിലി മെമ്പേഴ്സ് റോൾ മോഡലാവണം എന്നൊക്കെ പറയാൻ കാരണം ഒരു കുട്ടി ഏറ്റവും കൂടുതൽ ലേൺ ചെയ്യുന്നത് ഒബ്സർവേഷനിലൂടെയാണ്. ഫ്രം ഒബ്സർവിങ് അതേഴ്സ്, മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്യലിലൂടെ ദ ചൈൽഡ് ഫോംസ് ആൻ ഐഡിയ ഓഫ് ഹൗ ന്യൂ ബിഹേവിയേഴ്സ് ആർ പെർഫോംഡ് ആൻഡ് ഓൺ ലേറ്റർ ഒക്കേഷൻസ് ദിസ് കോഡഡ് ഇൻഫർമേഷൻ സെർവ്സ് ആസ് എ ഗൈഡ് ഫോർ ഇമിറ്റേറ്റഡ് ആക്ഷൻ. അച്ഛൻ അങ്ങനെ കണ്ടല്ലോ, അച്ഛൻ സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് നമുക്കൊക്കെ അറിയാം. അച്ഛൻ സിഗരറ്റ് വലിക്കുന്നത് കണ്ടിട്ട് ചില കുട്ടികൾ കടലാസ് ഇങ്ങനെ ചുരുട്ടി അതിങ്ങനെ അതിന് തീ കൊടുത്ത് അതിങ്ങനെ വലിക്കുന്നത് കാണാം. അതെങ്ങനെയാണ്? ഇമിറ്റേഷനാണ്. അച്ഛൻ മദ്യപിക്കുന്നത് കണ്ടാൽ കുട്ടി ചായ എടുത്തിട്ട് ആ ചായയെ ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ കുടിക്കുന്നതൊക്കെ കാണാം. അപ്പോൾ ഇത് ഒബ്സർവ് ചെയ്തിട്ടാണ് കൂടുതൽ പഠിക്കുന്നത് എന്നാണ് ആൽബർട്ട് ബന്ദുറ തിയറി പറയപ്പെടുന്നത്. ഈ തിയറിയെ ഒബ്സർവേഷണൽ ലേണിംഗ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, ആൽബർട്ട് ബന്ദുറയുടെ അഭിപ്രായത്തിൽ വൺ ലേൺസ് ത്രൂ ഒബ്സർവേഷൻസ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് ആൻഡ് ഇമിറ്റേറ്റിംഗ് ദ ബിഹേവിയേഴ്സ് ഓഫ് അതേഴ്സ് taken as models belonging to one's social environment. മറ്റുള്ളവരുടെ ബിഹേവിയർ കണ്ട് അത് ഒബ്സർവ് ചെയ്ത് അത് മോഡൽ ചെയ്തിട്ടാണ് ആ കാര്യം പഠിക്കുന്നത്. എങ്ങനെയാണ് മോഡലിംഗ് നടക്കുന്നത്? ദ മോഡലിംഗ് പ്രോസസ് ഇൻക്ലൂഡ്സ് 4 steps. 4 സ്റ്റെപ്പിലൂടെയാണ് മോഡലിംഗ് നടക്കുന്നത്. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരാളുടേത് കണ്ടിട്ട് അതുപോലെ കണ്ട് പഠിച്ച് അനുകരിക്കുക. അപ്പോൾ എങ്ങനെയാണ് വേറൊരാളുടെ പഠിക്കുക? ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നത്? കുട്ടി അറ്റൻഷൻ. ഫസ്റ്റ് സ്റ്റെപ്പ്, ദ ലേണർ പേസ് അറ്റൻഷൻ ടു ദ ഫീച്ചേഴ്സ് ഓഫ് ദ മോഡൽഡ് ബിഹേവിയർ. കുട്ടി ആദ്യം അച്ഛൻ ചെയ്യുന്ന ആ ഒരു ബിഹേവിയർ ഇങ്ങനെ അറ്റൻഷൻ കൊടുത്ത് അത് കണ്ട് നിൽക്കുകയാണ്. ഭയങ്കര അറ്റൻഷൻ കൊടുക്കും.
ചിലപ്പോൾ നമുക്കൊക്കെ കാണാം, നമ്മുടെ അടുത്തുള്ള കുട്ടികളൊക്കെ നമ്മളെന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മളെ തന്നെ നോക്കുന്നത് കാണാം. വീട്ടിലെ നമ്മുടെ സ്കൂളിലൊക്കെ കുറേ കുട്ടികളൊക്കെ കാണിക്കുന്ന വലിയ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത വിഷയങ്ങളൊക്കെ പലപ്പോഴും വീട്ടിൽ നിന്നൊക്കെ കണ്ട് ചെയ്യുന്നതാണ്. ഒരു അനുഭവം നമ്മുടെ സ്കൂളിൽ നിന്നുണ്ടായത്, ഒരു കുട്ടി LKG UKGയിൽ പഠിക്കുന്ന കുട്ടികൾ, ആൺകുട്ടിയും പെൺകുട്ടിയാണ്. അപ്പോൾ ആൺകുട്ടിയുടെ കയ്യിൽ ഒരു ലെഡ് പെൻസിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലെഡ് പെൻസിൽ ചോദിച്ചപ്പോൾ പെൺകുട്ടി ആൺകുട്ടിയോട് ചോദിച്ചു, എടാ എനിക്ക് ആ ലെഡ് പെൻസിൽ തരുമോയെന്ന് ചോദിച്ചപ്പോൾ ആൺകുട്ടി പറഞ്ഞു, നിൻ്റെ ആ പാവാട എനിക്കൊന്ന് പൊക്കി കാണിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് ലെഡ് പെൻസിൽ തരാം. ഞാനിത് പറഞ്ഞു വന്നത്, എവിടെ നിന്നാണ് ഈ ഒരു കൾച്ചർ അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം ആ കുട്ടി പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് അറ്റൻഷനാണ്. വീട്ടിൽ നിന്നോ സമൂഹ മാധ്യമങ്ങളിൽ നിന്നോ മറ്റെവിടെന്നെങ്കിലും ആവാം. ആ കുട്ടി അത് കണ്ട് അത് അറ്റൻഷൻ നടത്തി അങ്ങനെ ആ കുട്ടി എന്ത് ചെയ്യാണ്, അത് പഠിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ കുട്ടി ചെയ്യുന്നത് എന്താണ്, ഇത് അറ്റൻഷൻ നടത്തുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ റിറ്റൻഷൻ, നമ്മൾ നേരത്തെ പഠിച്ചതാണ് മെമ്മറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. റിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഇത് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം ഇയാൾ എന്ത് ചെയ്യുന്നു, ദ ലേണർ രജിസ്റ്റേഴ്സ് ദ ഒബ്സർവ്ഡ് ബിഹേവിയർ ഇൻ ഹിസ് മെമ്മറി. ഈ ഒരു സ്വഭാവം അല്ലെങ്കിൽ ബിഹേവിയർ ആ ലേണറുടെ മെമ്മറിയിൽ അത് രജിസ്റ്റർ ചെയ്യുന്നു. മൂന്നാമത്തത് റീപ്രൊഡക്ഷൻ. ഇറ്റ് ഇൻവോൾവ്സ് കൺവേർട്ടിംഗ് സിംബോളിക് റെപ്രസെൻറ്റേഷൻസ് ഇൻ ടു അപ്രോപ്രിയേറ്റ് ആക്ഷൻസ്. പിന്നെ റീപ്രൊഡക്ഷൻ, ഇത് ആവശ്യമായ സമയത്ത്, ഒരവസരം വരുന്ന സമയത്ത് നേരത്തെ മെമ്മറിയിൽ രജിസ്റ്റർ ചെയ്ത സാധനം അതെന്ത് ചെയ്യുന്നു, റീപ്രൊഡക്ഷൻ നടത്തുന്നു. ആൻഡ് ഫോർത്ത് വൺ, റീഇൻഫോഴ്സ്മെൻറ്റ്. The person must have some motivating factor behind it, such as external or internal incentives. These incentives act as reinforcers. പിന്നെ ഇതിനെ റീഇൻഫോഴ്സ്മെൻറ്റ് നടത്തും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ, നമുക്ക് എന്തെങ്കിലും മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ അവിടെ രജിസ്റ്റർ ചെയ്ത റീപ്രൊഡക്റ്റ് ചെയ്ത ആ സാധനത്തെ നാം വീണ്ടും റീഇൻഫോഴ്സ് ചെയ്യും. ഇങ്ങനെയാണ് ശരിക്കും ഒരു ലേണിംഗ് നടക്കുന്നത് എന്നാണ് ആൽബർട്ട് ബന്ദുറ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് വളരെയധികം കീൻ ഒബ്സർവേഷൻ നടത്തി മോഡൽ ചെയ്തിട്ടാണ് ഒരു കാര്യം പഠിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വാദം. അപ്പോൾ ഓരോ തിയറമുകളുമായി ബന്ധപ്പെട്ട ഒരു ഉദാഹരണ സഹിതങ്ങൾ ആയിട്ട് എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. താങ്ക് യു.